വിപിൻകുട്ടൻസ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്ന ഓണഫലത്തിൻ്റെ തുടർച്ചയാണ്. ഇന്ന് പറയുന്ന നക്ഷത്രങ്ങൾ അത്തം, ചിത്തിര, ചോതി നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഈ നക്ഷത്രങ്ങളുടെ ഓണഫലത്തെക്കുറിച്ച് നമുക്ക് ശരിയായി വിശകലനം ചെയ്യാം. അതിനു മുമ്പ് ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അത്തം നക്ഷത്രത്തിനെ കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഓണത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അത്തം പത്തിന് തിരുവോണം അല്ലെങ്കിൽ അത്തം പത്തിന് പൊന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അത്തം മുതൽ പിന്നെ വരുന്ന 10 ദിവസമുള്ള നക്ഷത്രങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അപ്പം തിരുവാതിരയൊക്കെ കഴിഞ്ഞ ശേഷമാണ് അത്തം വരുന്നത്. ആദ്യം കഴിയുന്നത് തിരുവാതിരയാണ്. അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം പ്രധാനമായും എടുത്തു പറയുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അപ്പം അത്തം നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തം നക്ഷത്രത്തിന് ഈ ഓണവുമായി നല്ല ബന്ധമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട ആളുമായിട്ടും അത്തത്തിന് പൊരുത്തമുണ്ട്. അതുപോലെ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട ആളുമായിട്ടും അത്തത്തിന് പൊരുത്തമുണ്ടെന്ന് പറയാം. വളരെയധികം സൗമ്യശീലവും സമാധാനവും ഉള്ള ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. എപ്പോഴും ശാന്തതയാണ് അവരുടെ മുഖത്തുണ്ടാവുക. എങ്കിലും യുക്തിപരമായ കാര്യങ്ങളിലുള്ള മനസ്സിൻ്റെ അർപ്പണം കാരണം വളരെയധികം കോപമുള്ള ആളുകളാണെങ്കിലും അങ്ങനെ കോപമൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ആളുകളാണ്. മാത്രമല്ല, പൊതുജന സമൂഹത്തിൻ്റെ നടുവിൽ ഇവർ വളരെയധികം ശാന്തരായിട്ടാണ് കാണുന്നത്. ഇതാണ് അത്തം നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതും ഈ ഒരു ഓണ സമയത്ത് തീർച്ചയായും പറയുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞാണ് അത്തം നക്ഷത്രക്കാർക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഓണം, ജീവിതകാലത്ത് എത്ര ഓണങ്ങൾ വന്നാലും ആ ഓണങ്ങളെല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമേ അത്തം നക്ഷത്രക്കാർക്ക് ലഭിക്കുകയുള്ളൂ. പാരമ്പര്യമായ സ്വത്തുവകകൾ പാർന്നു കിട്ടുന്ന ഒരു നക്ഷത്രമാണ് അത്തം എന്ന് പറയുന്നത്. ഇവർ അധ്വാനിച്ചാലും അധ്വാനിച്ചില്ലെങ്കിലും ഇവരുടെ കൈവശത്ത് ധാരാളം സ്വത്തുക്കൾ കാണും. പക്ഷേ ഇവരുടെ ശാന്തമായ സ്വഭാവം കാരണം മറ്റുള്ളവരെ ഇവരെ ചൂഷണം ചെയ്യാനും മുതലെടുക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്ര മൃഗം എന്ന് പറയുന്നത് പോത്താണ്. പോത്ത് എന്ന് പറയുന്ന ജീവി വളരെയധികം ഭയാനകത നമുക്ക് തോന്നുമെങ്കിലും ഇത് വളരെ ശാന്തമായ ഒരു ജീവിയാണ്. ഇതിൻ്റെ എല്ലാവരും മറ്റ് കഠിനമായ ജോലികൾ ചെയ്യിക്കാനാണ് പോത്തിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ തന്നെയായിരിക്കും അത്തം നക്ഷത്രത്തിലുള്ള ആളുകൾ പെരുമാറുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ചൂഷണം ചെയ്യുക, പറ്റിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കയ്യിലുള്ള സ്വത്തുവകകൾ, സമ്പത്ത്, കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ സംരക്ഷിച്ച് വെക്കേണ്ടതാണ്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കാതെ അതിൽ സത്യമുണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളെല്ലാ പ്രവർത്തികളും ചെയ്യാനായിട്ട്. ഇനി അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർ പ്രധാനമായും ഈ ഓണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വിശേഷ അവസരങ്ങളിൽ ചെറിയ തോതിലുള്ള ലഹരിയുടെ ഉപയോഗം അത്തം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള അവസ്ഥ വളരെ കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ചിലവുകളും നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർ വഹിപ്പിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ സന്തോഷത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇതിൽ പിന്നിട്ട് ഒളിച്ചിരിക്കുന്ന ചതി ചിലപ്പോൾ മനസ്സിലായെന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രക്കാർ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. വാഹന ഉപയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ തോതിലുള്ള പരിക്കുകൾ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകൾ ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ കൃത്യസമയത്തുള്ള ഭക്ഷണക്രമം തെറ്റാതെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിക്കേണ്ട നക്ഷത്രമാണ് അത്തം. കാരണം പോത്ത് എന്ന് പറയുന്ന ജീവിക്ക് എപ്പോഴും നമുക്ക് തണുപ്പ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ ജീവി എപ്പോഴും വെള്ളത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ശരീരത്തിലെ താപനിലയിൽ വ്യത്യാസം വരികയോ അന്തരീക്ഷ വ്യതിയാനം, കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയതൊന്നും പെട്ടെന്ന് അത്തം നക്ഷത്രക്കാർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാതെ പെട്ടെന്ന് അസ്വസ്ഥതയും ക്ഷീണതയും നടുവേദനയും പോലുള്ള പ്രശ്നങ്ങളെല്ലാം അവർക്ക് ആരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ഓണ സമയത്ത് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. കാരണം വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കളൊക്കെ അമിതമായി ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര പോലുള്ള വസ്തുക്കളൊക്കെ അമിതമായി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിലും വരാൻ സാധ്യതയുള്ളവരാണെങ്കിലും കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രായം 18 വയസ്സിന് താഴെയോ അല്ലെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാം. നിങ്ങളുടെ പ്രായം 30 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഓണ സമയത്ത് വിശേഷ അവസരങ്ങളിൽ ധാരാളം ഭക്ഷണങ്ങൾ, വസ്തുക്കൾ, പലഹാരങ്ങളെല്ലാം കിട്ടുമ്പോൾ അതിൽ അമിതമായ ഉപ്പുണ്ട്, അമിതമായ മധുരമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കാരണം പോത്ത് എന്ന് പറയുന്ന ജീവിക്ക് ചെറിയ തോതിലുള്ള വ്യതിയാനങ്ങൾ പോലും സഹിക്കാൻ പറ്റത്തില്ല. 30 വരെ പ്രായമുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിന് ശേഷമുള്ളവർ തീർച്ചയായും ആരോഗ്യം കണക്കിലെടുത്ത് മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. കാരണം പോത്ത് എന്ന് പറയുന്ന ജീവിക്ക് പെട്ടെന്ന് തന്നെ വ്യതിയാനങ്ങൾ സഹിക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇതൊരു അറിവിശകലനമായി മാത്രം ഉൾക്കൊള്ളുക. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് വളരെയധികം കലാപരമായ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ വളരെയധികം തലയുയർത്തി നിൽക്കുന്ന ആളുകളാണ്. എല്ലാ ഒരു സംഘടനയുടെ കാര്യത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും അതിൻ്റെ മെയിൻ ആളായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ്
ചിത്ര നക്ഷത്രക്കാർക്കുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവർ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഓണ ആഘോഷ പരിപാടികൾ പോലുള്ള കാര്യങ്ങളിൽ നൃത്തം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് കാണിക്കണം. സംഗീത മേഖലയായിക്കോട്ടെ, വാദ്യോപകരണ മേഖലയായിക്കോട്ടെ, കലാപരമായ മറ്റ് മേഖലകളായിക്കോട്ടെ, സംഘടനാ പ്രവർത്തനമായിക്കോട്ടെ, അത്തരം കാര്യങ്ങളെല്ലാം തിളങ്ങി നിന്ന് ശോഭിക്കുവാൻ പറ്റിയൊരു സമയമാണ് ഈ ഓണക്കാലം. പുതുതായിട്ട് നിങ്ങൾ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കുകയാണ്, ഇതിന് മുമ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓണക്കാലം നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസരത്തിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളെ ആരും ഒരു പരിധിയിൽ നിന്ന് മാറ്റി നിർത്തിയില്ല, ഒരു കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തിയില്ല. അങ്ങനെ ഒരു ഗുണം ചിത്ര നക്ഷത്രക്കാർക്കുണ്ട്. എപ്പോഴും സ്വീകരണവും ആളുകളുടെ പ്രശംസയും ആശംസയും എല്ലാം ലഭിക്കുവാനുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിത്ര നക്ഷത്രക്കാരെ ആരും ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തത്തില്ല. എല്ലാവരുടെയും ആശംസയും പ്രശംസയും അഭിനന്ദനങ്ങളും എല്ലാം ചിത്ര നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. അത് വളരെയധികം നല്ല അനുഭവങ്ങളും നല്ല സന്തോഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബന്ധുസമാഗമം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവിടെയെല്ലാം നിങ്ങളെ പെട്ടെന്ന് കുറ്റപ്പെടുത്താൻ ആരും വരാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിത്ര നക്ഷത്രക്കാർക്ക് വളരെയധികം കഴിവുമുണ്ട്. മാത്രമല്ല അല്പസ്വല്പം കള്ളങ്ങളൊക്കെ പറയുന്ന ആളുകൾ തന്നെയാണ് ഇവർ. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്പം നുണകളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ചില എഴുത്തിൻ്റെ മേഖലകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജോലി ചെയ്യാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കവിതാരചന അങ്ങനെ സങ്കല്പത്തിൽ നിന്ന് കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവും സാഹിത്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവും ഇല്ലാത്ത ഒരു കാര്യത്തിന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചുണ്ടാക്കാൻ കഴിവ് ചിത്ര നക്ഷത്രക്കാർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാക് സാമർത്ഥ്യത്തെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അല്ല എല്ലാ കാര്യം കള്ളം പറഞ്ഞ് നേടിയെടുക്കുന്ന സ്വാർത്ഥരായ ആളുകളല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം വാക് സാമർത്ഥ്യത്തിലൂടെ തന്നെ കൂടുതൽ പ്രസംഗം, പാട്ട്, ചിത്രരചന, പദ്യപാരായണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ ഓണക്കാലത്ത് കലാപരമായ കാര്യങ്ങൾ കാണിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാവുന്നതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു ഓണക്കാലമാണ് നിങ്ങൾക്ക് ഉള്ളത്. അടുത്ത നക്ഷത്രമേ നമുക്ക് നോക്കാം. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ് പറയുന്നത്. ചോതി നക്ഷത്രത്തിന് വളരെയധികം ഗുണഗണങ്ങളുണ്ട്. ചോദിക്കാതെ ലഭിക്കുന്നു, ചോദിച്ചാൽ എന്തും കിട്ടുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോതി നക്ഷത്രക്കാർ ഈ ഒരു കഴിവ് ചോതി നക്ഷത്രക്കാരും കൂടി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അതുപോലെ ധാരാളം നക്ഷത്രക്കാരുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. പ്രധാനമായും ചതയം, അശ്വതി, പൂരാടം, തൃക്കേട്ട, വിശാഖം തുടങ്ങിയ നക്ഷത്രക്കാരുമൊക്കെയായിട്ട് ഉത്രം തുടങ്ങിയ നക്ഷത്രക്കാരുമായിട്ടെല്ലാം ചോദിക്ക് വളരെയധികം പൊരുത്തമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പൂരം നക്ഷത്രമൊക്കെ ആയിട്ട് അവർക്ക് പൊരുത്തമുണ്ടെന്ന് മനസ്സിലാക്കുക. ഒട്ടുമിക്ക നക്ഷത്രങ്ങളുമായിട്ടും ചോദിക്ക് പൊരുത്തമുണ്ട്. തിരുവാതിര, ഉണർന്ന് തുടങ്ങിയ നക്ഷത്രങ്ങളുമായിട്ടെല്ലാം ചോദിക്ക് പൊരുത്തമുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ആയില്യവുമായിട്ട് പൊരുത്തമുണ്ടെന്ന് മനസ്സിലാക്കുക. ഉത്രട്ടാതി നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്. ഉത്രാട നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്. തുടങ്ങിയ നക്ഷത്രങ്ങളായിട്ട് എല്ലാം പൊരുത്തമുള്ളൊരു നക്ഷത്രമാണ് ചോതി. അതുകൊണ്ട് വലിയൊരു സുഹൃത്തിൻ്റെ ബന്ധം, സുഹൃത്തുക്കളുടെ വലയത്തിനകത്തായിരിക്കും എപ്പോഴും ചോതി നിലനിൽക്കുക. ധാരാളം പരിചയക്കാർ എല്ലാവരും ഇവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഒക്കെ ഉണ്ടാകും. സമ്പത്തിന് യാതൊരുവിധ കുറവുകളും ചോതി നക്ഷത്രക്കാർക്ക് വരില്ല. സ്വന്തം സാമർത്ഥ്യത്താലും വാക് സാമർത്ഥ്യത്താലും കഴിവുകളാലും ചോതി നക്ഷത്രക്കാർ ധാരാളം സമ്പത്ത് ഉണ്ടാക്കാറുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഓണസമയം എന്ന് പറയുന്നത് വളരെ നല്ല അനുഭവങ്ങളിലൂടെയും നല്ല സന്തോഷമുള്ള കാര്യങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നതാണ് ചോതി നക്ഷത്രക്കാർ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്, നിങ്ങളെ പൊഴുത്തി പറയുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ സമ്പത്തിനെ കണ്ടിട്ടായിരിക്കും നിങ്ങളെ പൊഴുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. സ്വാർത്ഥ മനോഭാവത്തോടുകൂടി അടുക്കുന്ന ആളുകളെ നിങ്ങൾ നോട്ടം വിട്ട് വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കാം. വിശേഷ അവസരങ്ങളിലും ആഘോഷവേളകളിലും ഇത്തരം വഞ്ചനകളും ചതികളും നടക്കുന്നത് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും അത്തരക്കാരെ ഒഴിവാക്കി നിർത്തേണ്ടതും അകലം പാലിച്ച് നിൽക്കേണ്ടതുമായ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കുക. അതുപോലെ ചോദ്യ നക്ഷത്ര വിശേഷ അവസരത്തിൽ ചെറിയ ലഹരി ഉപയോഗമുണ്ട്, അത് കുറയ്ക്കേണ്ടതാണ്. അതായത് ചെറിയൊരു മദ്യം പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മദ്യപാനം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും മറ്റു കാര്യങ്ങളും സിഗരറ്റ് വലി കുറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോഗ്യ പ്രശ്നത്തെ വരുത്തിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഓരോ സുഹൃത്തുക്കൾ വരുമ്പോഴും ഓരോ രീതിയിൽ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഓരോ തരത്തിൽ നിങ്ങളുടെ ആരോഗ്യം വളരെ മോശമാകുമെന്ന് മനസ്സിലാക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ആവാൻ താമസം എടുക്കുന്ന ഒരു നക്ഷത്രമാണ് ചോതി എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കുക എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കുക. വാഹന ഉപയോഗം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് അത്തം, ചിത്തിര, ചോതി നക്ഷത്രക്കാരുടെ ഓണഫലമായിരുന്നു. തുടർന്നുള്ള നക്ഷത്രങ്ങളുടെ ഓണഫലമായി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സൈക്കോട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു.